ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ വെച്ചാൽ നമ്മുടെ ഏത് കേക്കിനും ബേസിക്കായിട്ട് ഉപയോഗിക്കാനും അതുപോലെ നമുക്ക് വെറുതെ കഴിക്കാനും പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് റെസിപ്പി ആയിട്ടാണ്. എന്ന് വെച്ചാൽ ഇതൊരു കിലോയുടെ സ്പോഞ്ച് കേക്ക് റെസിപ്പിയാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഏത് വാനില കേക്കിൻ്റെ ബേസായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അത്രയും സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിപ്പോൾ ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ എടുക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാവരുടെ വീട്ടിലും മെഷർമെൻറ്റ് കപ്പ് ഉണ്ടാവില്ല, അത് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിലും അത് യൂസ് ചെയ്യാത്തത് കൊണ്ട് വാങ്ങിക്കാറില്ല. അപ്പോൾ ടേബിൾ സ്പൂൺ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്നത് നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്പൂണാണ്. അപ്പോൾ അതിൽ 1/4 കപ്പ് എന്ന് വെച്ചാൽ 4 ടേബിൾ സ്പൂണാണ്. അപ്പോൾ 1/4 കപ്പ് 4 ടേബിൾ സ്പൂണാണെങ്കിൽ 1 കപ്പ് എന്ന് വെച്ചാൽ 16 ടേബിൾ സ്പൂൺ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് ഫ്ലോറാണ് എടുക്കുന്നത്, അതായത് 16 ടേബിൾ സ്പൂൺ മൈദയാണ് എടുക്കുന്നത് കേക്കിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ 16 ടേബിൾ സ്പൂൺ എടുത്ത് അളന്ന് വെക്കട്ടെ. അപ്പോൾ ഞാൻ 16 ടേബിൾ സ്പൂൺ മൈദ അളന്നെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂണാണ്, അതായത് നമ്മളൊരു ചെറിയ സ്പൂണ്, നിങ്ങൾക്ക് മനസ്സിലാവും ടീസ്പൂണൊക്കെ കണ്ടാൽ. ആ ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് സോഡ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്താ പറയുക, നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 3-4 തവണ അരിച്ചെടുത്താൽ അത്രയും നല്ലത്. ഇനി വേണ്ടതെന്ന് വെച്ചാൽ 3 മുട്ടയുടെ മഞ്ഞ മാത്രമാണ്. അതിലേക്ക് ഞാൻ അല്പം 1 ടീസ്പൂൺ വാനില, 1 ടീസ്പൂൺ തന്നെയാണ്, 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ മുട്ടയുടെ മഞ്ഞയിൽ വാനില എസൻസ് ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുട്ടയുടെ സ്മെല്ലുണ്ടല്ലോ. പിന്നെ അതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് 1/4 കപ്പ് ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ സാധാരണ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒഴിച്ചെടുക്കുക. ഇവിടെ കപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ടേബിൾ സ്പൂണാണ്, 4 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യമേ അളന്ന് വെച്ചത് കൊണ്ടാണ്, ഞാൻ ആദ്യമേ സ്പൂൺ അളവ് പറഞ്ഞല്ലോ. ഇനി നമ്മൾ മുട്ടയുടെ വെള്ള, ആ 3 മുട്ടയുടെ വെള്ളയില്ലേ, ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അത് ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യുക. പിന്നെ സ്പീഡ് കൂട്ടി കൊണ്ടുവരും. 1 മിനിറ്റ് ആദ്യം എന്തായാലും ലോ സ്പീഡിലിടുക. പിന്നെ പതിഞ്ഞ് വരുന്നതിനനുസരിച്ച് സ്പീഡ് കൂട്ടി കൊണ്ടുവരിക. ഓരോ ബീറ്ററിനും ചിലപ്പോൾ അതിൻ്റെ പവറിന് മാറ്റമുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇത് അത്യാവശ്യം പതിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരണം, എന്നാലേ കേക്കും നല്ല സോഫ്റ്റായിട്ട് വരും. അതിലേക്ക് ഞാൻ ബീറ്റ് ചെയ്തതിൻ്റെ കൂടെ തന്നെ 3/4 കപ്പ് പഞ്ചസാര, അതായത് 12 ടേബിൾ സ്പൂൺ പഞ്ചസാര മെല്ലെ ഓരോ പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുമിച്ചിടാൻ പാടില്ല, മെല്ലെ ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. 3/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ ചേർക്കേണ്ടത്. പൊടിച്ചതാണെങ്കിൽ 1 കപ്പ് തന്നെ ചേർക്കണം. ഏറ്റവും നല്ലത് പൊടിക്കാത്തതാണ് ചേർക്കുന്നത്, എന്നാൽ ഫ്ലഫി ആയിട്ട് നന്നായിട്ട് ഇടും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുട്ടയുടെ മഞ്ഞയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. മെല്ലെ ചേർത്ത് പതിയെ ഇളക്കി എടുക്കണം. എന്ന് വെച്ചാൽ ഓവറായിട്ട് ഇട്ട് അടിച്ചിളക്കാൻ പാടില്ല. നമ്മുടെ പഴംപൊരിയുടെ കൂട്ടുപോലെ ഇപ്പം മെല്ലെ ഇളക്കിയെടുത്ത് പതിയെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ അരിച്ചെടുത്തിരിക്കുന്നത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതും പതിയെ ഒരു 2-3 പ്രാവശ്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്യുന്നതായിരിക്കും എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത്. മെല്ലെ വിസ്ക് വെച്ചിട്ട് ഇളക്കിയെടുക്കണം. കൂടുതലിട്ട് അടിക്കാൻ പാടില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇളക്കൽ വളരെ സ്ലോ ആയിരിക്കണം, എങ്കിലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല പൊങ്ങി കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇത് ബേക്കിംഗ് ട്രേ ഒന്നുമല്ല. അതിലേക്ക് അല്പം ഓയിൽ ഇതാക്കിയിട്ട് പുരട്ടിയിട്ട് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് നമ്മുടെ കേക്കിൻ്റെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിന് മുന്നേ നമ്മുടെ കേക്കിൻ്റെ ഞാനിപ്പോൾ സ്റ്റൗവിലാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റൗവിൽ ഞാൻ 10 മിനിറ്റ്, ഇത് ഒഴിക്കുന്നതിൻ്റെ 10 മിനിറ്റ് മുന്നേ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ആ പാത്രം. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഇത് ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഒരു സ്ക്യൂറോ അല്ലെങ്കിൽ ഇർക്കിലിയുടെ കഷ്ണം എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എങ്കിലേ ആ എയർ ബബിൾസൊക്കെ പോവും. ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുന്നത് മെയിനായിട്ടെന്ന് വെച്ചാൽ കേക്കിൻ്റെ ബാറ്റർ എല്ലാ വശത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റൗവിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തെടുത്തത്. അതിൻ്റെ അകത്തേക്ക് എന്തെങ്കിലും അടിയിലൊരു പാത്രം എങ്ങാനും വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ വേണം നമ്മൾ ഈ നമ്മുടെ കേക്കിൻ്റെ ബേസ് ഇത് വെക്കാൻ വേണ്ടിയിട്ട്, പാത്രം വെക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് നമ്മൾ പാത്രത്തിലേക്ക് വെക്കാൻ പാടില്ല. അപ്പോൾ അടി പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 45 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. 45 മിനിറ്റ് ആകുമ്പോഴേ ഇതെന്തായാലും ആവും. അതിലിടയ്ക്ക് തുറന്നു നോക്കിയാൽ നമ്മൾ കേക്ക് പൊങ്ങിയത് താണു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം എനിക്ക് കുത്തുമ്പോൾ തന്നെ കണ്ടോ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എനിക്ക് 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് എനിക്ക് റെഡി ആയിട്ട് വന്നിട്ട് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിതൊരു അബദ്ധം പറ്റിയ എന്താ വെച്ചാൽ അതിന് കണക്കായ അടപ്പെടുത്തിട്ട് മൂടിയത് കൊണ്ട് അതിൽ കുറച്ച് ഒട്ടിപ്പിടിച്ചു പോയി. കുഴപ്പമില്ല, എങ്കിലും കേക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഉറപ്പായിട്ടും നല്ലൊരു ബേസ് കേക്ക് നിങ്ങൾക്ക് കിട്ടും. നല്ല സ്പോഞ്ച് കേക്ക് കിട്ടും. ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ എല്ലാ കേക്കിനും, അതായത് 1 കിലോയുടെ കേക്കിന് ബേസിക് കേക്കായിട്ട് നമുക്ക് സ്പോഞ്ച് കേക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെ എന്ത് ചെയ്യുക, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. കൂടെ ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയ റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കേക്ക് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അടിയൊന്നും കൂടുതലൊന്നും കരിഞ്ഞു പോയിട്ടോ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഒരു കളർ, ആ ബ്രൗണിഷ് കളറ് കുറച്ച് ഡാർക്കായിട്ട് ചില സൈഡിൽ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.